ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും EZP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ LGSന്റെ അപ്ഡേഷൻസ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. LGSന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം ഡേറ്റും നമ്മുടെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ അറിയുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ LGS എക്സാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ഇനി എല്ലാം വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരീക്ഷ ഇനി അടുക്കൽ എത്താനായിട്ട് അധികം താമസമില്ല, അധികം സമയമില്ല അല്ലെ. നവംബർ 2-ാം തീയതി മുതൽ പരീക്ഷ തുടങ്ങുന്ന പക്ഷം നമുക്ക് ഇനി ഒരു മാസം കൂട്ടിയാൽ മതി അല്ലെ. ഒരു മാസം ആദ്യത്തെ ഘട്ടത്തിൽ എഴുതുന്നവരാണെങ്കിൽ ഒരു മാസം മാത്രമേ ഇനി എക്സാമിന് മുന്നിലുള്ളൂ. അപ്പൊ ചില കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക, ഈ ആവേശം കൂടിയിട്ട് എവിടുന്ന് കിട്ടുന്നത് എല്ലാം പഠിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ആയിരിക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സിലബസിനെ മനസ്സിലാക്കി സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് എത്ര മാർക്കുകളാണ് വരുന്നത്, ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്താൽ എനിക്ക് അത്രയും മാർക്ക് കിട്ടും, ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉറപ്പായും വേണം. അപ്പോൾ പൊതുവിജ്ഞാനം GK ഭാഗത്ത് നിന്ന് നമുക്ക് 40 മാർക്കുകളായിരിക്കും ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ഭാഗം തന്നെയാണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. ആ ഒരു GK പോർഷൻ എങ്ങനെയാണ്, പോർഷൻ കുറച്ച് വലുത് തന്നെയാണ്. അതിൽ കിട്ടുന്ന മാർക്ക് എത്രയാണ്, 40 മാർക്കോളം നമുക്ക് GKയിൽ കിട്ടുന്നുണ്ട്. ഇനി ആനുകാലിക വിഷയങ്ങൾ നോക്കിയേ, കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കുകളാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണ്, ഡെയിലി അപ്ഡേറ്റ് എന്താണ് വായിക്കുകയും എടുക്കുകയും ചെയ്യുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ 20 മാർക്ക് സുഖമായി നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. എപ്പോഴും 2024, 23, 22, 21 വർഷങ്ങളിലെ കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് കലാപരമായിട്ടുള്ള എന്തെങ്കിലും അവാർഡ് ആണെങ്കിലും സിനിമയിലെ അവാർഡുകളൊക്കെ ആണെങ്കിലും അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി സയൻസ് ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ 10 മാർക്കുകളാണ് സയൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അത് 6 മാർക്കുകൾ നമുക്ക് ബയോളജി ഭാഗത്ത് നിന്നും, പിന്നീടുള്ള 4 മാർക്കുകൾ നമുക്ക് എവിടെയാണ്, അതായത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്ത് നിന്നായിരിക്കും ലഭിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് പൊതുവിജ്ഞാനം പൊതുജനാരോഗ്യം, ഓക്കെ, ഈ പൊതുജനാരോഗ്യത്തിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വരുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, ഡിസീസ് ഭാഗങ്ങളും ക്ഷേമ പദ്ധതികളും ചേർന്നതാണ് ഈ ഒരു പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, പൊതുജനാരോഗ്യത്തില് എന്താണ് നമുക്ക് 10 മാർക്കുകൾ ലഭ്യമാണ്. 10 മാർക്കുകൾ ലഭിക്കും. വളരെ ചെറിയ ഒരു പോർഷൻ ആണത് കേട്ടോ. അപ്പൊ ആരും തന്നെ ആ ഒരു ഭാഗത്തിന് വിട്ടുകളയരുത്. വളരെ ചെറിയ ഒരു ഭാഗമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 10 മാർക്ക് കിട്ടുന്നതും വളരെ ചെറിയ ഒരു കാര്യം പഠിച്ച് 10 മാർക്ക് കിട്ടുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. നമ്മൾ എടുക്കുന്ന സമയം കുറച്ച് മതി. നമ്മൾ അതിനുവേണ്ടി എന്താണ് വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് കൂടുതലുമാണ്. 10 മാർക്കുകൾ നമുക്ക് ലഭിക്കും. സോ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണുക. ക്ഷേമ പദ്ധതികൾ ഒന്നും വിടാതെ തന്നെ പഠിക്കുക. ഇനി ലഘുഗണിതവും മാനസിക ശേഷിയും അതുപോലെ തന്നെ നിരീക്ഷണ പാഠവ പരിശോധനയും. ഇവിടെ എന്താണ്, നമ്മൾക്ക് മാത്സിൽ നിന്ന് 20 മാർക്കാണ്. 20 മാർക്കും നേടിയെടുക്കാൻ കഴിയും. എങ്ങനെയെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ അല്ലേ. പണ്ടത്തെ പോലെ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 5 മാർക്കിന്റെയും 10 മാർക്കിന്റെയും ഒറ്റ ചോദ്യമൊന്നുമല്ല. എങ്ങനെയാണ്, ഒരു ഒറ്റ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് നമ്മൾ നൽകേണ്ടത്. അപ്പൊ ആ ഒരു ഉത്തരത്തിലേക്ക് മാത്രം, വഴിയൊന്നും വേണോ വേണ്ട, ഉത്തരത്തിലേക്ക് മാത്രം എത്തപ്പെട്ടാൽ മതി. അതിനുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇക്വേഷൻസിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലാത്ത രീതിയിൽ ആൻസേഴ്സിലേക്ക് എത്തിച്ചേരുന്ന വഴികൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അല്ലാത്ത പക്ഷം സമയവും അധികം പോകും. 20 മാർക്ക് ഉണ്ട് മാത്സ് ആവുമ്പോൾ. അപ്പൊ അതിന് കുറച്ച് പാടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, മാത്സ് പൊതുവേ കുറച്ച് പാടാണ് എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ടൈം അല്ലെ, ആ ഒരു 20 മാർക്ക് 20 ചോദ്യം വായിക്കാൻ എടുക്കുന്ന സമയവും കൂടുതലായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യം എഴുതുന്നതിനെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെ എടുക്കരുത്. ആവശ്യമായ സമയം, വളരെ പെട്ടെന്ന് ചോദ്യം വായിച്ച് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ വേണം മാത്സിനെ കൈകാര്യം ചെയ്യാൻ. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാമോ അത്രത്തോളം വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, SCERT ടെക്സ്റ്റ് ബുക്കിനെ എന്ത് ചെയ്യരുത്, മറന്ന് കളയരുത്. എല്ലാ ചോദ്യങ്ങളും അടിസ്ഥാനപരമായി SCERT ചോദ്യങ്ങൾ തന്നെയാകും. ടെക്സ്റ്റ് ബുക്കുകളെ ഒന്ന് വിടാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെയും ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് പിന്നെ പഠിക്കാമെന്ന് മാറ്റി വെച്ചിരിക്കുന്നവരാണ് എങ്കിൽ ആദ്യം എക്സാം എഴുതുന്നവരെ നിങ്ങൾക്ക് ഇനി ഒരേ ഒരു മാസമാണ് മുന്നിലുള്ളത്. ആ മാസം ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്
അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറയും. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ സമയത്തെ മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഭാഗങ്ങളെ എല്ലാം പഠിച്ചെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ പഠിക്കാനായിട്ട് തുടങ്ങുക. വളരെ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി എന്താണ്, നമ്മൾ 10ഉം +2 ഒക്കെ പാസ്സായവരാണല്ലേ. അപ്പൊ എന്താണ്, ആ ഒരു ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഭാഗങ്ങളെ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി കുടഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ഒരു ശ്രമം നടത്തണം. പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയേ മതിയാകും. അപ്പൊ ഇതെല്ലാം പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവയെല്ലാം അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റൂ, ജോലി നേടാനായി പറ്റൂ. അപ്പൊ ആത്മവിശ്വാസത്തോടു കൂടെ പഠിക്കാൻ തയ്യാറാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അത് നേടിയെടുക്കുന്നത് വലിയ കാര്യമായിട്ട് കരുതണ്ട. വളരെ എന്താണ്, എളുപ്പത്തിൽ നമുക്ക് അതിനെ എന്താണ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിൽ ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതുവരെയും LGS നേടണമെന്ന ആഗ്രഹം മാത്രമുണ്ട്, വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല, കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. അപ്പോൾ ആർക്കെങ്കിലും നമ്മളുടെ കോഴ്സിനോട് ചേർന്ന്, അതായത് AZB അക്കാഡമിയോട് ചേർന്ന് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, ഒരു LGS കോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ LGSന്റെ കോഴ്സ് വരുന്നത് 999 ആണ്. നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സാം വാലിഡിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സസ് കിട്ടുന്നതാണ്. അപ്പോൾ SCERT ഒക്കെ നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് അവൈലബിൾ അല്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു കോഴ്സുകളെ കുറിച്ചും ഡീറ്റെയിൽസും മറ്റും അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഫ്രീ ക്ലാസ്സുകളും നമ്മുടെ അക്കാഡമി ത്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു EAZB അക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് കാണാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് ക്ലാസ് പോകുന്നത് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ അകത്ത് ഫ്രീ ക്ലാസ്സിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെ ഡെയിലി മെൻഷൻ ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറി ക്ലാസ്സുകൾ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, ആൻഡ് ദെൻ താങ്ക് യു സോ മച്ച്.